മദ്രസ സമയത്തെ ലഘൂകരിക്കേണ്ടി വരുന്ന ഇത്തരം സ്കൂൾ സമയമാറ്റങ്ങൾ വലിയൊരു ജനവിഭാഗത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പം നടക്കുന്ന മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ച് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 6:30ക്ക് തുടങ്ങുന്ന മതവിദ്യാഭ്യാസം അവസാനിക്കുന്നത് 8 മണിയോടുകൂടിയാണ്, അല്ലെങ്കിൽ 8:30യോടുകൂടിയാണ്. പലയിടങ്ങളിലും 7:30ക്ക് തന്നെ സ്കൂളിലേക്ക് പുറപ്പെടാൻ വേണ്ടി കുട്ടികൾ നേരത്തെ പോവുകയാണ്. ആകെ മദ്രസയിൽ ലഭിക്കുന്നത് 1 മണിക്കൂർ സമയമാണ് കുട്ടികൾക്ക് പഠിക്കാൻ. ഈ സ്കൂൾ സമയമാറ്റം വരുന്നതോടുകൂടി വീണ്ടും അവർ നേരത്തെ പോകും. അപ്പോൾ മദ്രസയിൽ ഇരിക്കാൻ അവർക്ക് തീരെ സമയമില്ലാതാവും. ധാർമ്മികമായ കാര്യങ്ങളൊക്കെ കുട്ടികൾ പഠിക്കുന്നത് മദ്രസകളിൽ നിന്നാണ്. അവരുടെ മതപരമായ കാര്യങ്ങൾ പഠിക്കുന്നത് മദ്രസകളിൽ നിന്നാണ്. അത് പഠിക്കാനും ആ കുട്ടികൾക്ക് അവകാശമുള്ളതുപോലെ ഈ വലിയൊരു മതവിഭാഗത്തിന് അതിനുള്ള അവസരം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മന്ത്രിസഭകളൊക്കെ നമ്മോട് സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ആ അവകാശം അത് നിഷേധിക്കാതിരിക്കാനാണ് ഇത്രയും വലിയ പ്രതിഷേധങ്ങളൊക്കെ അതിന് വരുന്നത്.